മക്കളെ, ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടേം ക്വസ്റ്റ്യൻ നോക്കാം. 6ാം ക്ലാസ്സിൽ 2025-26 വന്ന 2025 ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ടേം ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ചോദ്യം വരുന്നത് നീലി ചിടിയ എന്ന കവിതയിൽ നിന്നാണ്. നീലി ചിടിയ കവിത കി പങ്ക്തിയാം പഠേ. നീലി ചിടിയ എന്ന കവിതയിലെ വരികൾ വായിക്കുക. 6 പ്രശ്നമൊക്കെ ഉത്തരലിക്ക്, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കൃത്യമായി പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എപ്പോഴും ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു കവിതേൻ്റെ ഭാഗം തരും, അല്ലെങ്കിൽ ഏതെങ്കിലും പാഠഭാഗം തരും, എന്നിട്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് ഉണ്ടാവുന്നത്. നമ്മളത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നീലി ചിടിയ കവിതാക്കി പങ്ക്തിയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നീലി ചിടിയ എന്ന കവിതയിലെ വരികളാണ്. നമുക്ക് വായിച്ചു നോക്കാം. ഇസ് ഫുനഗി സെ ഉസ് ഫുനഗി പർ ഉടുക്കർ ജാനേ വാലി ചിടിയ ഇൻ പത്തോं में उन पत्तों में ചിപ്കർ ഗാനേ വാലി ചിടിയ. ചോദ്യം നോക്കാം. ये पंक्तियां किसके बारे में है? ഈ വരികൾ കിസ്കെ ബാരെ മേ പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ്? ഈ വരികള് എന്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ആരെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പത്തോं के बारे में ഇലകളെ കുറിച്ച്, ചിടിയാക്കെ ബാരേമേം ചിടിയയെ കുറിച്ച് പക്ഷീനെ കുറിച്ചിട്ട്, ഫുൻഗിക്കെ ബാരേമേ മരച്ചിലയെ കുറിച്ച്, കങ്കാരുക്കെ ബാരേമേം കങ്കാരുവിനെ കുറിച്ച്. ആരെ കുറിച്ചാണ് പറയുന്നത്? ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ ഉഡ്കർ ജാനേ വാലി ചിടിയ. ഒരു മരച്ചില്ലയിൽ നിന്നും മറ്റൊരു മരച്ചിലേക്ക് പറന്നു പോകുന്ന ചിടിയ പക്ഷിയിലെ. അപ്പൊ ആരെ കുറിച്ചാണ് പറയുന്നത്? ചിടിയാക്കേ ബാരേമേം പക്ഷിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആരെ കുറിച്ചാണ്? പക്ഷിയെ കുറിച്ചാണ് പറയുന്നത്. അതാണ് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി डाली शब्द के अर्थ में कविता में प्रयुक्त शब्द कौन सा है? ഡാലി എന്ന് പറഞ്ഞാൽ മരച്ചില്ല എന്നാണ് അർത്ഥം. മരച്ചില്ല എന്ന അതേ അർത്ഥം വരുന്നൊരു ശബ്ദം കവിതയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മരക്കൊമ്പ് എന്നർത്ഥം വരുന്നത്, മരച്ചില്ല എന്നൊക്കെ അർത്ഥം വരുന്നത്. ഏക്ക് ഫുനുകി ഉസ് ഫുനുകി സേ ഇസ് ഫുനുകി സേ ഉസ് ഫുനുകി അല്ലേ? ഇസ് ഫുനുകി സേ ഉസ് ഫുനുകി പറഞ്ഞ് പറയണില്ലേ? അപ്പൊ ഈ ഫുനുകിയാണ് എന്ത്? ഒരു മരച്ചില്ലയിൽ നിന്ന് മറ്റൊരു മരച്ചില്ലയിലേക്ക് എന്ന് പറയുന്നുണ്ട്. ആ മരച്ചില്ലയ്ക്ക് എന്താണ് കവിതയിൽ പറഞ്ഞത്? ഫുനുകി എന്നാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഫുനുകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കവിത സേ സമാൻ രൂപവാല ശബ്ദ് ചുൻകർ ലിഖി. കവിതയിൽ നിന്നും സമാന രൂപത്തിലുള്ള ശബ്ദ് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉദാഹരണമായിട്ട് തന്നിട്ടുണ്ട്. ജൈസേ, ജൈസേ പറഞ്ഞ ഉദാഹരണം ജാനേ വാലി, ജാനേ വാലി എന്നാണ് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത്. അതുപോലെയുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പൊ നമുക്ക് നോക്കാം. ജാനേ വാലി എന്നല്ല ഇവിടെ തന്നത്. അപ്പൊ ഇവിടെ ഇനി ഏതാണ് വന്നിരിക്കുന്നത്? അതുപോലെ ഗാനേ വാലി എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ജാനേ വാലി ഉണ്ട്. ഇനി നമ്മൾ അതുപോലുള്ളതൊന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അതുപോലുള്ളത് മറ്റൊന്ന് എന്താണ്? ഗാനേ വാലി എന്നാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടേക്ക് എന്തെഴുതണം? ഗാനേ വാലി എന്ന് എഴുതണം. ഗാനേ വാലി എന്ന് എഴുതണം. ഇനി അടുത്ത ചോദ്യം. कविता से समान आशय वाली पंक्तियां चुनकर लिखे. चिड़िया एक डाली से दूसरी डाली पर उड़ जाती है. കവിത സമാന ആശയവാലി പങ്ക്തിയാൻ ചേർക്കുക. കവിതയിൽ നിന്ന് എന്താ ചെയ്യുക? ഇവിടെ തന്നിരിക്കുന്ന ആശയം ഉണ്ടല്ലോ, ചിടിയ ഏക്കട ചിടിയ ഒരു മരച്ചില്ലയിൽ നിന്നും മറ്റൊരു മരച്ചില്ലയിലേക്ക് പറന്നു പോകുന്നു എന്ന് പറഞ്ഞില്ലേ? ഈ അർത്ഥം വരുന്ന വരികൾ നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റൂലേ? ഇസ് ഫുനുകി സേ ഉസ് ഫുനുകി പർ ഉഡ്കർ ജാനേ വാലി ചിടിയ. അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഒരു മരച്ചില്ലയിൽ നിന്നും മറ്റൊരു മരച്ചില്ലയിലേക്ക് പറന്നു പോകുന്ന പക്ഷി. സമാനാശയ വരി, ഇതാണ് അതിൻ്റെ ആശയം. പിന്നെ 2 വരി നമ്മൾ എഴുതാം. ചിടിയ ഏക്ക് ഡാലി സേ ദൂസരി ഡാലി पर उड़ जाती है. इस फुनगी से उस फुनगी पर उड़कर जाने वाली चिड़िया. കേട്ടോ. ഇനി അടുത്തത്
सूचना ബാദൽ കവിത की पंक्तियां പഠേം और प्रश्नों के उत्तर लिखेം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാദൽ എന്ന കവിതയുടെ തന്നിരിക്കുന്ന വരികൾ നന്നായിട്ട് വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഹവാ പക്കടുക്കർ ലാത്തി സർസർ ചായേ ജൈസെ കാലെ കമ്പൾ कितने सुंदर लगते बादल पेड़ों जैसे बेड़ों जैसे. ये पंक्तियां किसके बारे में है? ഇവിടെയും ചോദിച്ച അതേ ചോദ്യം തന്നെയാണല്ലോ. നേരത്തെ നമ്മൾ ചിടിയാന്ന് ആൻസർ ചെയ്ത അതേ ചോദ്യം. വേ ये पक्षियां किसके बारे सॉरी ചോദ്യം നോക്കാം. ये पंक्तियां किसके बारे में है? ഈ വരികൾ ആരെക്കുറിച്ചാണ്? हवा पकड़कर लाती सरसर चाये जैसे काले कंबल कितने सुंदर लगते बादल पेड़ों जैसे बेड़ों जैसे. അപ്പം എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ബാദലിനെ കുറിച്ചാണ് പറയണത് അല്ലേ? മേഘത്തിനെ കുറിച്ചാണ് പറയുന്നത്. ബാദൽ കെ ബാരേമേ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? അവിടെ ബാദലിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മേഘ ശബ്ദ के लिए कविता में प्रयुक्त शब्द कौन सा है എന്നാണ് അടുത്ത ചോദ്യം. മേഘ എന്ന ശബ്ദത്തിന് കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദം ഏതാണ്? മേഘ എന്നതിൽ കവിതയിൽ ഏതാ പറഞ്ഞിരിക്കുന്നത്? ബാദൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? മേഘത്തിന് ബാദൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കവിദാസെ സഹി പ്രസ്താവ് ചുൻകർ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. कंबल बादल को पकड़कर लाता है, चिड़िया बादल को पकड़कर लाती है, हवा बादल को पकड़कर लाती है, बारिश बादल को पकड़कर लाती है. എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഹവ പക്കഡ്കർ ലാത്തി സർസർ ചായേ ജൈസെ കാലെ കമ്പൾ എന്നാണ് പറഞ്ഞത് അല്ലേ? ഹവ ബാദൽ കോ പക്കഡ്കർ ലാത്തി ഹെ. ഹവ കാറ്റാണ് മേഘത്തിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. കവിദാസെ സമാനാശി വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേം എന്നാണ് അടുത്ത ചോദ്യം. കവിതയിൽ നിന്നും സമാന ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക. ആകാശമേ ബാദൽ കാലേ കമ്പൾ ജൈസെ ഛാ ജാത്താ ഹെ. ആകാശത്ത് മേഘം കറുത്ത കമ്പിളി വസ്ത്രം പോലെ വ്യാപിച്ചിരിക്കുന്നു. ബഹുത്ത് സുന്ദർ ലഗ്താ ഹെ. അത് കാണാൻ വളരെ മനോഹരമാണ് എന്നർത്ഥം വരുന്ന വരികളാണ് പറഞ്ഞത്. कितने सुंदर काले कंबल जैसे पेड़ों जैसे बेड़ों जैसे. എത്ര മനോഹരമാണ് എന്ത് കിത്തനെ സുന്ദർ കാലേ കമ്പൾ കറുത്ത കമ്പിളി വസ്ത്രം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആകാശമേ ബാദൽ കാലേ കമ്പൾ ജൈസെ ഛാ ജാത്തായ വ്യാപിച്ചിരിക്കുന്നു എന്നവിടെ. ഹവാ പക്കഡ്കർ ലാത്തി സർസ ചായേ ജൈസെ കാലേ കമ്പൾ. അപ്പോൾ ഇതാണ് ചായേ ജൈസെ കാലേ കമ്പൾ കിത്തേ സുന്ദർ ലഗ്തേ ബാദൽ. ഈ രണ്ട് വരിയാണ് അവിടെ തന്നിരിക്കുന്ന ആശയത്തിൻ്റെ വരികളായിട്ട് വരുന്നത്. എന്താണ്? ആകാശമേ ബാദൽ കാലേ കമ്പൽ ജൈസെ ഛാ ജാത്താ ഹെ. ചായേ ജൈസെ കാലേ കമ്പൾ കറുത്ത കമ്പിളി വസ്ത്രം പോലെ വ്യാപിച്ചിരിക്കുന്നു. കിത്തനെ സുന്ദർ ലഗ്തേ ബാദൽ. എത്ര മനോഹരമായിട്ടാണ് ബാദലിനെ തോന്നുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം ബാദലാണ് കറുത്ത കമ്പിളി വസ്ത്രം പോലെ വ്യാപിച്ച് മനോഹരമായിരിക്കുന്നത്. ഈ രണ്ട് വരിയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഈ നടുക്കത്തെ രണ്ട് വരി. ഇനി രൂരു എന്ന കഹാനിയിൽ നിന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. രൂരു अब टाइम आ गया बच्चा अम्मी की गोद से निकलो और बाहर जाकर दोस्त बनाओ. रूरू ने दौड़ा डरते हुए झिझकते हुए हेलो हौले से अम्मी की जेब से सिर बाहर निकाला. दुनिया कितनी बड़ी थी. अम्मी की गोद से निकलो और बाहर जाकर दोस्त बनाओ. ये किसने कहा? അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ഇറങ്ങൂ, പുറത്തു പോയി ഫ്രണ്ട്സിനെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞത് ആരായിരുന്നു? ചിടിയ, കങ്കാരു കെ ബച്ചനെ, കങ്കാരു കെ മാമിനെ, ബന്ദറിനെ. കിസ്നെ കഹ എന്നാ ചോദിച്ചത്. ആരാണ് പറഞ്ഞത്? ആരാ പറഞ്ഞത്? കങ്കാരുവിൻ്റെ അമ്മയാണ് പറഞ്ഞത് അല്ലേ? ഇറങ്ങാനും ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും പറഞ്ഞത് കങ്കാരുവിൻ്റെ അമ്മയാണ്.
കങ്കാരു കെ ബച്ചേക്കോ ക്യാ കഹത്തെ ഹെ? കങ്കാരു കുഞ്ഞുങ്ങളെ പറയുന്ന പേര് എന്താണ്? ജോയ്സ്. ജോയ്സ് എന്നാണ് കങ്കാരു കുഞ്ഞുങ്ങൾക്ക് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇനി അടുത്ത വരുന്നത് കങ്കാരു കെ ബച്ചേനെ ക്യാ ക്യാ ദേക്കെ ചിത്ര കെ അനുസാർ വിവരൺ തയ്യാർ കരേ. ഇവിടെ കങ്കാരു കുട്ടി കണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചിത്രമായിട്ട് തന്നിരിക്കുന്നത്. പാനി ബർസത്താഹെ, മഴ പെയ്യുന്നു. പിന്നെ ഇവിടെ എന്താണുള്ളത്? ഇവിടെ എന്താണുള്ളത്? നമ്മൾ പിന്നെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആയിട്ട് ചെയ്തതാണ് അല്ലേ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് കണ്ട കാഴ്ചകൾ എന്ന് ഈ ചിത്രത്തിനനുസരിച്ചിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇവിടെ എന്താണ്? പൂന്തോട്ടം, പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു, പൂന്തോട്ടം, പിന്നെ പൂമ്പാറ്റ തേൻ നുകരുന്നതുമായിട്ടുള്ള ചിത്രമാണ്. അതുപോലെ തന്നെ ഇവിടെ നദി ഒഴുകുന്നു, മരം, വീട്, അതൊക്കെ ഉണ്ട് അല്ലേ. അപ്പം അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം തന്നെയാണ്. ഒന്ന് നോക്കിയിട്ട് അത് പഠിക്കുക. അതൊന്നൊന്ന് കണ്ട് പഠിച്ചു വെക്കണം. എക്സാമിന് ഇങ്ങനെ ചോദിക്കും. ഇനി അടുത്തതായിട്ട് സൂചന സീഗടി മച്ചലി സൂക്കി ക്യോ നെഹി ലോകകഥാക്ക. ഇവിടെ തന്നിരിക്കുന്നത് സീഗടി മച്ചലി സൂക്കി ക്യോ നെഹി എന്ന കഥ നമ്മൾ പഠിച്ചല്ലോ. ആ കഥയിൽ നിന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സാമിന് സീഗടി മച്ചലിൻ്റെ ചാപ്റ്റർ വരെയാണ് വരുന്നത്. ബച്ചടെ ഓ ബച്ചടെ തുമ്നെ ഗാസ് ക്യോ നഹി ഗായി. ബച്ചടെ നീ എന്താണ് പുല്ല് കഴിക്കാതിരുന്നത്? ബൂട്ടി അമ്മ ഗർക്കി ഔരത്തിനെ മേരി രസി നെഹി ഗോലി തോ മേ ക്യാ കരും. എൻ്റെ വീട്ടിലുള്ള സ്ത്രീ എന്നെ അയച്ചു വിട്ടില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? തും ഔരത്ത് സേ പൂച്ചോ, നീ ആ സ്ത്രീയോട് ചോദിക്കൂ. ബച്ചടേനെ ഗാസ് ക്യോ നഹി ഗായി. ബച്ചട പശുക്കുട്ടി പുല്ല് കഴിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. എന്താണ്? ബച്ചടേക്കോ ഭൂഗ് നഹി ദി. പശുക്കുട്ടിക്ക് വിശപ്പില്ലായിരുന്നു. ഔരത്തിനെ ബച്ചടയ്ക്ക് രസി നഹി ഗോലി. അതാണ് ശരി അല്ലേ. ഔരത്ത് എന്ത് ചെയ്തില്ല? ആ ബച്ചടയുടെ കയറ് അഴിച്ചു വിട്ടില്ല. സഹി സംവാദ് ചുൻകർ ലിയ വാർത്താലാപിക്ക് പൂർത്തീകരിക്കാൻ. ശരിയായിട്ടുള്ള സംവാദം തിരഞ്ഞെടുത്ത് വാർത്താലാപ് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ സെൻറ്റൻസ് തന്നിട്ടുണ്ട് വാർത്താലാപിന് ആവശ്യമായിട്ടുള്ള. അത് നിങ്ങളിവിടേക്ക് യോജിച്ച സ്ഥലങ്ങളിൽ കൊടുത്തിട്ട് ഫില്ല് ചെയ്താൽ മാത്രം മതി. ബോട്ടി അമ്മ ബച്ചടേ ഓ ബച്ചടേ തും കഹാം ഹോ. ബച്ചടേ ഓ ബച്ചടേ നീ എവിടെയാണ്? മേ യഹാ ഹൂം ഞാൻ ഇവിടെയുണ്ട്. അപ്പോൾ ബൂട്ടിയമ്മ എന്താണ് ചോദിക്കുന്നത്? ഈ 4 നമുക്കൊന്ന് ആദ്യം വായിച്ചു നോക്കാം. ബൂട്ടിയമ്മ ഗർക്കി औरतने मेरी रस्सी नहीं गोली, तुम औरत से पूछो क्यों नहीं गोली, तुमने घास क्यों नहीं गाई. അപ്പം ബൂട്ടിയമ്മ ഈ പശുക്കുട്ടിനോട് ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? തുമ്നെ ഗാസ് ക്യോം നെഹി ഗായി എന്നാണല്ലേ ചോദിക്കുക. ഒന്നാമത് ഇവിടെയാണ് ഒന്നാമത്തെ നമ്മൾ എഴുതേണ്ടത്. എന്താണ്? ബൂട്ടിയമ്മ തുമ്നെ ഗാസ് ക്യോം നെഹി ഗായി, നീ എന്താണ് പുല്ല് കഴിക്കാതിരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ബച്ചട പറയാണ് बूढ़ी अम्मा घर की औरत ने मेरी रस्सी नहीं गोली. അപ്പോൾ രണ്ടാമത്തെ ഇതാണ് വരുന്നത് അല്ലേ. ബൂട്ടി അമ്മ ഗർക്കി ഔരത്ത്. ബൂട്ടി അമ്മയെ വീട്ടിലെ സ്ത്രീ എൻ്റെ കയറയച്ചു വിട്ടില്ല. പശുക്കുട്ടി പറയാണ് ബൂട്ടി അമ്മയെ വീട്ടിലെ സ്ത്രീ എൻ്റെ കയറയച്ചു വിട്ടില്ല. അപ്പം ബൂട്ടിയമ്മ വീണ്ടും ചോദിക്കുകയാണ് ക്യോം നഹി ഗോലി, എന്തുകൊണ്ട് അയച്ചു വിട്ടില്ല? എന്തുകൊണ്ട് അയച്ചു വിട്ടില്ല എന്ന് ചോദിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തത് ബൂട്ടിയമ്മ എന്തുകൊണ്ട് അയച്ചു വിട്ടില്ല എന്ന് ചോദിക്കും. അപ്പോൾ പശുക്കുട്ടി എന്താ പറയണത്? തും ഔരത്ത് സേ പൂച്ചോ, നീ സ്ത്രീയോട് ചോദിക്കൂ. തും ഔരത്ത് സേ പൂച്ചോ നാലാമത്തത് അല്ലേ. തും ഔരത്ത് സേ പൂച്ചോ 4 എന്ന നമ്പർ ഇട്ടത് ഇവിടേക്ക് എഴുതുക. അങ്ങനെയാണ് ഈ വാർത്താലാപ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. സൂചന ഗദ്യാംശ പടയും ഓർ പ്രശ്നമൊക്കെ ഉത്തരലേക്ക്. താഴെ തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഗാവ് കെ കിനാരയേക്ക് കുത്ത ആർ ബില്ലി രഹത്തെ. ഗ്രാമത്തിൻ്റെ സൈഡിലായിട്ട് ഒരു നായയും ഒരു പൂച്ചയും താമസിച്ചിരുന്നു. കുത്ത ബബലു ലങ്കടാദ ബില്ലി മുന്നി അന്തീതി. കുത്തൻ്റെ പേരെന്താണ്? ബബലു എന്നാണ്. ബില്ലി മുന്നിയാണ്. അവൾ അന്തയായിരുന്നു. ദോനോ മിത്രത്, 2 പേരും മിത്രങ്ങളായിരുന്നു. ബബലു മുന്നിക്കോ രാസ്ത ദിഖാത്ത. ബബലു മുന്നിക്ക് വഴി കാണിച്ചു കൊടുക്കും. മുന്നി ബബലു കെലിയ ഗാന ടൂണ്ടലാത്തി. മുന്നി ബബലിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അന്വേഷിച്ച് കൊണ്ടുവരുമായിരുന്നു. ഏക് ദിൻ ജംഗലി സുവർനെ ബബലു പർ ആക്രമൺ കിയ. ഒരു ദിവസം കാട്ടുപന്നി ബബലുവിനെ ആക്രമിച്ചു. മുന്നീനെ സോർ സേ ആവാസെ നികാലി. മുന്നി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ലോകോംനെ ആക്കർ ബബലു കോ ബച്ചായ. ആളുകൾ ഓടിക്കൂടിയിട്ട് ബബലുവിനെ രക്ഷപ്പെടുത്തി.
കഹാനിക്ക് ദോ മിത്ര കോൻ കോന്ത്. ഈ കഥയിലെ രണ്ട് മിത്രങ്ങൾ പറഞ്ഞല്ലോ. ആ രണ്ട് മിത്രങ്ങൾ ആരൊക്കെയായിരുന്നു? സുവർ ഓർ കുത്ത, കുത്ത ഓർ ബില്ലി, ബില്ലി ഓർ സുവർ, ബാലു ഓർ കുത്ത. ആരായിരുന്നു? കുത്ത ഓർ ബില്ലിയാണ് അല്ലേ. ഇവിടെ കുത്ത ഓർ ബില്ലി. അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ് കെ ലിയെ പോസ്റ്റർ തയ്യാർ കരേം. അന്താരാഷ്ട്രീയ മിത്രതാ ദിവസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ചിത്ര ദേക്കേം ഓർ പ്രശ്നമൊക്കെ ഉത്തരലിക്കുകയും. ഈ രണ്ട് ചോദ്യമാണ് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നത്. അതല്ലെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഈ രണ്ടാമത്തെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചോയ്സ് ഇത് അവിടെ അഥവാ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ഓർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അത് ചെയ്യുക. ചിത്ര ദേക്കേം ഓർ പ്രശ്നമൊക്കെ ഉത്തരലിക്കുക. ചിത്രം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈ കുട്ടി എന്താണ് ചെയ്യുന്നത്? ഡസ്റ്റ്ബിന്നിൽ വേസ്റ്റ് കൊണ്ടിടുന്നു. ഇവിടെ വേസ്റ്റ് റോഡിലിടുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ചിത്രം. ചിത്രം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ചിത്രം, രണ്ടാമത്തെ ചിത്രം. കൂടാ കച്ചറ കൂടെ ദാൻ മേ ഹി ഡാലേ, യേ സന്ദേശ് ദേനെ വാല ചിത്ര കോൻസാ ഹേ. കൂടാ കച്ചറ കൂടെ ദാനിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് സന്ദേശം നൽകുന്ന ചിത്രം ഏതാണ് എന്നാണ് ചോദിച്ചത്. ഏതാണ്? ചിത്രം 1 അല്ലേ. ചിത്രം 1 കേവൽ ചിത്ര ഏക്ക്, ചിത്ര ഏക്ക് ഓർ ദോ, കേവൽ ദോ, ദോനോ ചിത്ര ഹി. അപ്പോൾ ഏതാണ് ഇതിൽ ശരി? കേവൽ ചിത്ര ഏക്ക്, ഒന്നാമത്തെ ചിത്രമാണ് ശരിയായിട്ടുള്ളത് അല്ലേ. കച്ചറ മുക്ത് കേരൾ വിഷയ പർ പോസ്റ്റർ തയ്യാർ കരേം. ഇനി ഇവിടെയും പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. കച്ചറ മുക്ത് കേരൾ വിഷയത്തിനെ കുറിച്ചിട്ടാണ് പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കച്ചറ മുക്ത് കേരൾ എന്നെഴുതാം. എന്നിട്ടൊരു ബോക്സ് വരച്ചിട്ട് കൂടാ കച്ചറ കൂടെ ദാൻമേ ഹി ഡാലേം, ഈ സെൻറ്റൻസ് ഉണ്ടല്ലോ, ആ സെൻറ്റൻസ് എഴുതി വെക്കുക, ചിത്രവും വരയ്ക്കുക. സൂചന സാർത്ഥക ശബ്ദ ടൂണ്ടിക്കർ ലിഖിയ. അഞ്ചാമത്തത് സാർത്ഥക ശബ്ദം എഴുതാനാണ് പറഞ്ഞത്. 5 സെൻറ്റൻസ്, 5 ശബ്ദമാണ് നമ്മളിതൊന്നും ഉണ്ടാക്കേണ്ടത് കേട്ടോ. 5 എണ്ണം. അതായത് ഇത് ഇവിടെ തെറ്റിച്ചിട്ടാണ്, ഓരോരോ അക്ഷരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഒരു ശബ്ദമാക്കിയിട്ട് എഴുതണം. ചി, പിന്നെ രണ്ടാമത്തെ ഡി, മൂന്നാമത്തത് യ. അപ്പോൾ ഒന്നിച്ചെഴുതുമ്പോൾ എന്തായി? ചിടിയാന്നായില്ലേ. അപ്പോൾ 1 കിട്ടി നമുക്ക് അല്ലേ. 1 കിട്ടി, ചിടിയ എന്നുള്ള 1 കിട്ടി. ഇനി രണ്ടാമത്തത് മച്ചലി. ഇതവിടെ കണ്ടോ, മച്ചലി, മാച്ചലി, മച്ചലി. അപ്പം 2 എണ്ണം കിട്ടി അല്ലേ. ഈ ചിടിയനെ നമുക്ക് അതുപോലെ വരയ്ക്കുക അല്ലേ. നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുമല്ലോ. ചിടിയതാ, ചിടിയ, ചിടിയ, മച്ചലി 2 എണ്ണമായി. അപ്പോൾ 1 കിട്ടി, 2 കിട്ടി. ഇനി എത്ര എണ്ണം വേണം? 3 എണ്ണവും കൂടെ വേണം. ചീംട്ടി, ചീംട്ടി. ചീംട്ടി പറഞ്ഞാൽ എന്താണ്? ഉറുമ്പ്. ചീംട്ടി പറഞ്ഞാൽ ഉറുമ്പാണ്. അപ്പം 3 എണ്ണം കിട്ടി നമുക്ക്. നാലാമത്തത് ഗാസ്. ഗാസ്, ഗാന്നുണ്ട്, സാന്നുണ്ട്. ഗാസ്. ഗാസ് പറഞ്ഞാൽ എന്താണ്? പുല്ല് അല്ലേ. ഗാസ്. 4 എണ്ണം കിട്ടി. ഗാസ് കിട്ടി. ഇനി ഒന്നും കൂടെ വേണം. ബാദൽ. ഇവിടെ ബാന്നുണ്ടെങ്കിൽ ബാദൽ എന്നാക്കാമായിരുന്നു അല്ലേ. ബാദൽ എന്നാക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ബാന്നില്ലാത്തത് കൊണ്ട് ബാദൽ എന്നാക്കാൻ പറ്റൂല. അപ്പം നമുക്കിനി വേറെ നോക്കണം. കൽ. കൽ പറഞ്ഞാൽ എന്താ? ഇന്നലെ. കൽ. അപ്പോൾ നമുക്ക് 5 എണ്ണം കിട്ടിയില്ലേ. 5 എണ്ണം. അർത്ഥവത്തായിട്ടുള്ള 5 ശബ്ദം എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ എഴുതിയ എല്ലാത്തിനും അർത്ഥമുണ്ട്. മച്ചലി പറഞ്ഞാൽ മത്സ്യമാണ്, ചിടിയ പറഞ്ഞാൽ പക്ഷിയാണ്, ചീംട്ടി ഉറുമ്പാണ്, ഗാസ് പുല്ലാണ്, കൽ പറഞ്ഞാൽ ഇന്നലെ. ഓക്കെ. അപ്പം ഇവിടെ ബാ എന്നുണ്ടെങ്കിൽ നമുക്ക് ബാദൽ എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ബാദൽ എന്നെഴുതാൻ ഇവിടെ ബാ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം അത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നോക്കാം. സൂചനാവോ കി സഹായത സെ ചിത്ര കഹാനി ബനായ. ഇവിടെ തന്നിരിക്കുന്ന സൂചന അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചിത്ര കഹാനി ഉണ്ടാക്കണം. ജൽത്താ സൂരജ്, മുർജായ ഫൂൽ, സീഞ്ചനെ വാലി ലടുക്കി, ഗിലാ ഹുവാ ഫൂൽ, ഗുഷ് ലടുക്കി. അപ്പോൾ അതൊക്കെ ഈ ചിത്രം അതിൻ്റേതായിട്ടുള്ള ചിത്രങ്ങളാണുള്ളത്. അപ്പോൾ ഈ സെൻറ്റൻസ് അതിനനുസരിച്ച് ചിത്രത്തിന് നേരെ എഴുതിയാൽ മാത്രം മതി. ജൽത്താ സൂരജ് പറഞ്ഞാൽ ജ്വലിക്കുന്ന സൂര്യൻ. ഇതാണ് ജ്വലിക്കുന്ന സൂര്യൻ്റെ ചിത്രം അല്ലേ. 1. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങോട്ട് എഴുതണം? ആ ജ്വലിക്കുന്ന സൂര്യൻ്റെ അടുത്തേക്ക് എഴുതണം. അടുത്തത് മുർജായ ഫൂലാണ്. മുർജായ ഫൂൽ പറഞ്ഞാൽ വാടിയ പൂവാണ്. ഇതവിടെ ഇവിടെ പൂ വാടി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ആ രണ്ടാമത്തത് എഴുതാം. മുർജായ ഫൂൽ എന്ന് എഴുതാം.
അടുത്തത് 3 3 സീഞ്ചിനെ വാലിയിലടിക്കുക. ഇതൊക്കെ നേരെ തന്നെയാണ് തന്നിരിക്കുന്നത് കേട്ടോ. സീഞ്ചിനെ വാലിയിലടിക്കുക എന്ന് പറഞ്ഞാൽ നനയ്ക്കുന്ന പെൺകുട്ടി. ഇവിടെ എന്താ ചെയ്യുന്ന ഒരു പെൺകുട്ടി? നനയ്ക്കുകയാണ്, ചെടി നനയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് സീഞ്ചിനെ വാലിയിലടിക്കുക. ഗിലാ ഹുവാ ഫൂൽ, അടുത്തത് വിരിഞ്ഞു നിൽക്കുന്ന പൂവാണ്. ഗിലാ ഹുവാ ഫൂൽ, പൂവ് എന്ത് ചെയ്തിരിക്കുന്നു? വിരിഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ വിരിഞ്ഞു നിൽക്കുന്ന പൂവ് കണ്ട, 4മത്തത് വിരിഞ്ഞു നിൽക്കുന്ന പൂവ്. ഇനി 5മത്തത് ഗുഷ് ലടുക്കി, സന്തോഷവതിയായ പെൺകുട്ടിയാണ്. പെൺകുട്ടി സന്തോഷത്തോടെ പൂവ് നോക്കി നിൽക്കുന്നുണ്ട് അല്ലേ. ഇതാണ് ഗുഷ് ലടുക്കി. അപ്പോൾ എല്ലതും നമ്മൾ നോക്കിയിട്ട് ഓരോന്നും ഓരോ പിക്ചറിന് നേരെ എഴുതി കൊടുക്കുക. അത്രയാണ് നമ്മൾക്ക് ഈ ചിത്രകഹാനി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അതല്ലാതെ ഒരു പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് ആൻസർ ഷീറ്റിലേക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ സൂരജ് ജൽത്താ സൂരജ് നിഗല, പിന്നെ രണ്ടാമത് എന്താ വരുന്നത്? സൂരജ് നിഗല. പിന്നെ പൂ വിരിയാണ് ശരിക്കും ചെയ്യുക അല്ലേ. സൂര്യൻ ഉദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൂ വിരിയല്ലേ ചെയ്യുക. അപ്പം നമുക്ക് എഴുതാം എങ്ങനെയാണ്? ജൽത്താ സൂരജ് ഗിലാ ഹുവ ഫൂൽ ഗില, ഫൂൽ ഗില എന്ന് എഴുതുക, പൂക്കൾ വിരിഞ്ഞു. ഓർ പിന്നീട് ഈ പെൺകുട്ടി നനച്ചു കൊടുക്കുന്നു, അതിനു മുമ്പ് വാടിയത്. ഗിലാ ഹുവ ഫൂൽ സീഞ്ചിനെ വാലിയിലടുക്കി ഗുഷ് ലടുക്കി. അപ്പോൾ പൂ വാടിയപ്പോൾ പെൺകുട്ടി നനച്ചു കൊടുത്തു, നനച്ചു കൊടുത്തപ്പോൾ എന്തായി? പെൺകുട്ടിക്ക് സന്തോഷമായി അല്ലേ. അപ്പം നമുക്ക് കഹാനിക്ക് അനുസരിച്ചാണെങ്കിൽ ഇവിടെ 1മത്തത് സൂര്യൻ വിരിഞ്ഞു, സൂര്യൻ ഉദിച്ചു, 2 പൂ വിരിഞ്ഞു അല്ലേ. 2 പൂ വിരിഞ്ഞു. 3 എന്താണ്? സൂര്യൻ ഉദിച്ചു, പൂ വിരിഞ്ഞു, പിന്നീട് പൂ വാടിയപ്പോൾ പെൺകുട്ടി നനച്ചു കൊടുത്തു, പൂവ് നല്ല രീതിയിൽ നിന്നപ്പോൾ പെൺകുട്ടിക്ക് സന്തോഷമായി അല്ലേ. അങ്ങനെ ഓർഡറായിട്ട് നമുക്ക് ആൻസർ ഷീറ്റിലേക്ക് എഴുതാനാണെങ്കിൽ നമ്മളിങ്ങനെയാണ് എഴുതേണ്ടത്. സൂര്യൻ ഉദിച്ചതും, സൂര്യൻ ഉദിച്ചതിന് ശേഷം എന്താ ഉണ്ടായത്? സൂര്യൻ ഉദിച്ചു, പൂ വിരിഞ്ഞു, പിന്നീട് പൂ വാടി, പെൺകുട്ടി നനച്ചു കൊടുത്തു, പൂ നല്ല മനോഹരമായിട്ട് നിന്നപ്പോൾ പെൺകുട്ടിക്ക് സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ അവിടെ നമ്പർ ഇട്ടല്ലോ, അതേപോലെ എന്ത് ചെയ്യുക? എഴുതുക. മനസ്സിലായല്ലോ? ഇവിടെ നമുക്കതുപോലെ നമ്പർ ഇടാം. ജൽത്താ സൂരജ് ഗിലാ ഹുവാ ഫൂൽ മുർജായാ ഫൂൽ സീഞ്ചനെ വാലി ലടുക്കി ഗുഷ് ലടുക്കി. അപ്പോൾ അതൊരു കഥയുടെ രൂപത്തിൽ വന്നു അല്ലേ. സൂര്യൻ ഉദിച്ചു, പൂ വിരിഞ്ഞു, പൂ വാടി, പെൺകുട്ടി നനച്ചു കൊടുത്തു, അവൾക്ക് സന്തോഷമായി. നമ്മളുടെ ക്വസ്റ്റ്യൻ എത്രയാണുള്ളത്? എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.